ദേശാഭിമാനിയിൽ വന്ന വാർത്ത, അതായത് ദേശാഭിമാനി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇറാൻ ഇങ്ങനെ എല്ലാ ആക്രമണങ്ങളും ഇങ്ങനെ ഏറ്റുവാങ്ങി അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് ഇറാൻ എന്ന് പറയുന്ന സംശുദ്ധമായ ജനകീയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുകയാണ് എന്ന് പറയുന്ന കഥയാണ് ദേശാഭിമാനി പറയുന്നത്. കുരുതി തുടരുന്നു. ഇറാനിൽ മരണം 555 റിപ്പോർട്ട്. യഥാർത്ഥ മരണസംഖ്യ ഇതിലുമേറെയാണ് ഇറാനിലെ മരണം. ഗൾഫിൽ ഭീതി. ട്രംപിന്റെ കുതന്ത്രത്തിൽ വീഴാതെ GCCയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാനാണ് ആക്രമിക്കുന്നത്. ശരി തന്നെ, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണം, അതിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലെ US-ന്റെ എയർബേസുകളിലേക്കൊക്കെ ആക്രമണം അഴിച്ചുവിടുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ജനവാസ കേന്ദ്രങ്ങളിൽ ഒരുപാട് മിസൈലുകൾ വന്നു വീഴുന്നു. അവിടെ ഇന്ത്യക്കാർ, മലയാളികൾ. എന്നിട്ടും ദേശാഭിമാനിക്കാവുന്ന പ്രശ്നമില്ല. ദേശാഭിമാനിക്ക് ഗൾഫിലെ മലയാളികളുടെ കാര്യം ഒന്നും പ്രശ്നമല്ല. ദേശാഭിമാനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇറാനിലേക്ക് ആക്രമിക്കുന്നു. ഇറാനിൽ ആരാപ്പുള്ളത്? ഇറാനിൽ അത്രമാത്രം ഇന്ത്യക്കാരും അത്രമാത്രം മലയാളികളൊക്കെ ഇറാനിലുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതിന്റെ ഒരു ദശാംശം എന്താ പറയാ 0.000 എത്രയോ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എവിടെയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ ജീവൻ അല്ലെങ്കിൽ മലയാളികളുടെ ജീവൻ, ഇതിലൊന്നും ഇവർക്ക് ഒരു ഉത്കണ്ഠയുമില്ല. പക്ഷെ അവർക്ക് ഇറാനെ തൊടാൻ പാടില്ല. ആയത്തുള്ള അലി ഖമീനി എന്ന് പറയുന്ന എക്കാലത്തെയും വലിയ സ്ത്രീ വിരുദ്ധൻ. എത്രയാണ്? 4000-ഓളം സ്ത്രീകളെയാണ് ഈ മനുഷ്യൻ കൊന്നു തള്ളിയത്. ഈ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമീനി എന്ന് പറയുന്ന ആത്മീയ നേതാവ് എന്നൊക്കെ പറയുന്ന ഈ നരാധവൻ കൊന്നു തള്ളിയത് 4000-ലേറെ സ്ത്രീകളെ. ഏത് കാര്യത്തിൽ മാത്രമേ? ആകെ 4000 അല്ല. അതായത് മഹ്സാമീനി എന്ന് പറയുന്ന, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, മഹ്സാമീനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവള് യാത്ര ചെയ്യുമ്പോൾ അവളുടെ ഹിജാബ് ഒന്ന് മാറിപ്പോയി. അല്ലാതെ അവൾ ഇസ്ലാമിക നിയമത്തെ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല. അവളുടെ ഹിജാബ് ഒന്ന് മാറിപ്പോയതിന്, അവളുടെ മുടിച്ചുരുളുകൾ പുറത്തു കണ്ടതിന് ഈ പറയുന്ന ഖമീനിയുടെ മത പോലീസുകാർ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ അതിഭീകരമായി പെൺകുട്ടിയെ മർദ്ദിച്ചു കൊന്നു, തലക്കടിച്ചു കൊന്നു. ഇതേപോലെ എത്ര പെൺകുട്ടികളെ തലമുടി കാറ്റിൽ പറന്നതിന്, ഹിജാബ് തെന്നിപ്പോയതിന്, ഹിജാബ് ധരിക്കാത്തതിനല്ല കേട്ടോ. ഹിജാബ് ധരിച്ചില്ല എങ്കിൽ അപ്പം പിടിച്ചുകൊണ്ടായി വെടിവെച്ച് കൊല്ലും. അത്ര മതഭീകര രാജ്യമായിരുന്നു ഇറാൻ. അങ്ങനെ ഈ മഹ്സാ അമീനിയുടെ മരണം ലോകമാകെ, ഇവിടെ നമ്മുടെ കേരളത്തിൽ പോലും ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയാ കുറെ കൂടി വിപ്ലവ ബോധമുള്ള അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികളായ ഫെമിനിസ്റ്റുകളൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു കേട്ടോ. ദുർബലമായ പ്രതികരണം മാത്രം. അപ്പൊ ഇറാനില് ഇതിനെതിരെ, അതായത് ഈ ഖമേനിയുടെ സ്ത്രീവിരുദ്ധ നയങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരങ്ങളാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. സ്ത്രീകൾ അവരുടെ മുടി മുറിച്ചുകൊണ്ട് അവര് പ്രക്ഷോഭം നടത്തുകയായിരുന്നു. അവരെ മുഴുവൻ വെടിവെച്ചു കൊന്നു. അവരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി തടങ്കൽ പാളയത്തിലിട്ട് ഈ ഭീകര മനുഷ്യൻ ഖമേനി, ആ ഖമേനിയെ ഈ അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ ഈ ഖമേനി കൊല്ലപ്പെട്ടപ്പോ ഇവിടെ ആർത്ത് കരച്ചിലാണ്. എവിടെയാണ്? ഇറാനിൽ ആഹ്ലാദ നൃത്തമാണ്. ഇറാനിൽ ആഹ്ലാദ നൃത്തം ചെയ്യുമ്പോൾ കേരളത്തിൽ നെഞ്ചത്തടിച്ച് കരയുകയാണ്. ഇറാനോട് എന്തിനാണ് ഇത്രമാത്രം ഇവിടുത്തെ സുഡാപ്പികൾക്ക് മനസ്സിലാക്കാം. ഇവിടുത്തെ ഈ അന്തംഗമികൾക്ക് എന്തിനാണ് ഇത്രമാത്രം താല്പര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാഞ്ഞിട്ടല്ല, മനസ്സിലായത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇറാന്റെ പക്ഷത്താണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ മതവൈകൃതത്തിന്റെ എന്താ പറയാ മതത്തിന്റെ പേരിൽ ഇവർ നടപ്പാക്കുന്ന ഏറ്റവും വലിയ മൃഗീയത. പക്ഷെ ഇതിനോടൊക്കെ ഐക്യപ്പെടുമ്പോൾ ഇവരുടെ വിചാരം ഇവിടെയുള്ള ഇസ്ലാമിക വിഭാഗം, ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം മതവിഭാഗക്കാർ ഇവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഇവരുടെ വിചാരം. അപ്പൊ ഇതില് ഈ ദേശാഭിമാനിയിൽ ഇറാന്റെ തിരിച്ചടികളെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഇറാൻ തിരിച്ചടിക്കുന്നേ ഇല്ല. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? അതാ എവിടെ എണ്ണക്കപ്പലിന് നേരെ ഒരു വലിയ ബോക്സ് സ്റ്റോറിയാണ്. എണ്ണക്കപ്പലിന് നേരെ ആക്രമണം, ഒമാനിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. അതായത് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം. ആരുടെ ആക്രമണം പറയുന്നില്ല. എണ്ണക്കപ്പലിന് നേരെ ആക്രമണം, ഒമാനിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതാണ്. ആരാണ് ആക്രമിച്ചത്? നമ്മൾ പെട്ടെന്ന് വിചാരിച്ചത് അമേരിക്കയോ ഇസ്രായേലോ ആക്രമിച്ചതാണ്. വാർത്ത നമുക്ക് നോക്കാം. വാർത്ത ഇങ്ങനെയാണ്: ഒമാൻ ഉൾക്കടലിൽ എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ബോട്ട് ഇടിച്ചു കയറ്റിയ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടു. അപ്പോഴും പറയുന്നില്ല ആരാണ് ആക്രമണം നടത്തിയത് എന്ന് പറയുന്നില്ല കേട്ടോ.
ഐലൻഡ്സ് പതാകയുള്ള MKD വിയോങ് കപ്പലിന് നേരെയാണ് മസ്കറ്റ് തീരത്ത് ആക്രമണം ഉണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ലാ ഡ്രോൺ ബോട്ട് കപ്പലിൽ ഇടിച്ച് കയറ്റുകയായിരുന്നു എന്ന് ഒമാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കപ്പലിലുണ്ടായിരുന്ന 21 ജീവനക്കാരെ ഒമാൻ റോയൽ നേവി രക്ഷപ്പെടുത്തി. അത്രയുമായിട്ടും ആരാണ് ആക്രമിച്ചെന്ന് പറയുന്നതിൽ അവസാന പാരഗ്രാഫിൽ പറയുന്നു, ഇറാന്റെ ഇത്തരം പ്രകോപനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. എന്നിട്ട് പോലും ഡയറക്റ്റ് ആയിട്ട് ഈ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന് പറയുന്നില്ല. ഇനിതാ മറ്റൊരു ഏറ്റവും വലിയ രസം, ലെബനനിലും 52 മരണം, ലെബനനിലും 52 മരണം. അതിന്റെ ഉള്ളുകളി എന്താണെന്ന് നോക്കേ. വാർത്ത ഇങ്ങനെയാണ്, ലെബന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 52 മരണം. നമ്മൾ കേട്ടും, ഇസ്രായേൽ എന്ന് പറയുന്നത് എന്തുമാത്രം യുദ്ധവെറിയന്മാരാണല്ലേ. അവരെന്താ ചെയ്തത്? ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 52 മരണം, 154 പേർക്ക് പരിക്കേറ്റു. കഷ്ടം 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 എന്നല്ല പറയാ. അതിനുശേഷം ആക്രമണത്തിൽ ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ ഒസൈൽ മഗ്ലറിനെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഈ ആക്രമണത്തില് ഇറാനെ പിന്തുണയ്ക്കുന്ന, അതായത് ലെബനനിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഭീകരവാദികളുണ്ട്. അതായത് നമ്മുടെ ഗാസയിലെ ഹമാസിനെയൊക്കെ പോലെ, ഗാസയിലുള്ള ഹമാസ് ഭീകരരെ പോലെ ലെബനനിലെ ഭീകര സംഘടനയാണ് ഹിസ്ബുല്ല. ആ ഹിസ്ബുല്ല നേതാവ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതെ, ഏത് ആക്രമണത്തിൽ? ഇസ്രായേലിന്റെ ആക്രമണത്തിൽ. അപ്പം ഈ ലെബനനിലെ ഹിസ്ബുല്ല താവളങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. അതില് 52 മരണം എന്നാണ് പറഞ്ഞവർക്ക് അറിയുന്നത്. ഭീകരന്മാരെ കൊന്നാൽ ദേശാഭിമാനിക്ക് സഹിക്കില്ല. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഹിസ്ബുല്ലക്കാര്, അതായത് ഇറാനെ അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമണിച്ചപ്പോൾ ഇറാന്റെ ഭാഗമായ അല്ലെങ്കിൽ ഇറാനോട് ഐക്യപ്പെടുന്ന ലെബനനിലെ ഹിസ്ബുല്ലക്കാര് പോയി കൊണ്ട് ആരാക്രമിച്ചു? ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിലെ തുറമുഖത്ത് ആക്രമിച്ചപ്പോഴാണ് അതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ കൊടുത്തത്. ഇത് വായിച്ചാൽ നമ്മൾ വിചാരിക്കും ഹിസ്ബുല്ലക്കാര് പാവം, ഇവരെന്തിനാണ് ആക്രമിച്ചത്? ഇവരാക്രമിച്ചിട്ടാണ് തിരിച്ചാക്രമിച്ചത് എന്ന് പറയുന്നില്ല. ഇത് ഏതുപോലെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഇസ്രായേലിൽ ഈ കണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഇസ്രായേലില് ഈ ഹമാസുകാര് നടത്തിയ കൂട്ടക്കൊല 1400ഓളം പേരെ ഒറ്റ ദിവസം, അല്ലെ, 1400ഓളം പേരെ, അതിലൊരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവതികളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെ 1400ഓളം പേരെയാണ്. അതില് ഏതാണ്ട് ഒരു 100-200ഓളം കുട്ടികളാണ്. കുട്ടികളുടെയൊക്കെ കഴുത്തരിഞ്ഞിട്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ട് ആ മൃതദേഹങ്ങൾക്ക് മേൽ കയറി നിന്നുകൊണ്ട് താണ്ഡവ നൃത്തം ആടിയിട്ട് ഒരുപക്ഷെ ലോകം ഞെട്ടുന്ന ഏറ്റവും വലിയ ക്രൂരത ചെയ്തത് ഹമാസ് ആയിരുന്നു. പലസ്തീനിലെ ഹമാസുകാർ നടത്തിയ കൂട്ടക്കൊല, അതിനുള്ള മറുപടിയായിരുന്നു ഇസ്രായേൽ കൊടുത്തത്. ഇസ്രായേൽ ഗാസയിലേക്ക് അല്ലെങ്കിൽ ഹമാസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ഈ കൂട്ടക്കൊലയെ തുടർന്നായിരുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് സഖാക്കൾക്ക്, നമുക്ക് പലസ്തീനാണ്, ഗാസ എന്ന് പറഞ്ഞിട്ടായിരുന്നു വിലാപം, അല്ലെ? ഗാസയിൽ ആക്രമണം നടത്തുന്നു, ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. എന്തിനാണ് ഗാസയിൽ ആക്രമണം നടത്തിയത്? ഗാസയിലെ ഹമാസുകാർ പോയി കണ്ട് അവിടെ കൂട്ടക്കൊല ചെയ്തു, പിന്നെ അവിടെ മിണ്ടാതിരിക്കണോ? ഇന്ത്യയിൽ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചടിക്കില്ലേ? അത് പാടില്ല. ഇനി ഏറ്റവും വലിയ രസം, ഈ പറയുന്ന ഇവരെ ഐക്യപ്പെടുന്ന ഇറാൻ എന്തോ ഭയങ്കര സംഭവം എന്ന് പറയുന്നത് കൂട്ടി പിടിക്കുന്ന ഈ പറയുന്ന ദേശാഭിമാനിയും സഖാക്കളും ഇവര് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇറാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അറിയോ നിങ്ങൾക്ക്? ഇറാനിലുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ അതിലാരും ഇല്ല. അതായത് ഇറാനിൽ നേരത്തെ ഷായുടെ ഭരണകാലത്ത് ഇറാനിൽ ഏകാധിപത്യ ഭരണം നടക്കുമ്പോൾ, ഫാസിസ്റ്റ് ഭരണം നടത്തുമ്പോൾ അതിനെതിരെ പട നയിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ഇസ്ലാമിക രാഷ്ട്രം ഖമേനിയുടെ നേരത്തെ ആയത്തുള്ള മറ്റേ ഖുമേനി ഉണ്ടായിരുന്നല്ലോ, ആ ഖുമേനിയും അതിനുശേഷം വരുന്ന ഈ ഖുമേനിമാരെ അവിടെ വാഴിച്ചത്, ഇറാനിൽ ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷേ ഈ ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞപ്പോ ഇവരാദ്യം ചെയ്തെന്താണെന്നറിയോ? ഈ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വകവരുത്തി എല്ലാറ്റിന്റെയും തലയെറുത്തു. കമ്മ്യൂണിസം എന്ന് കാലും മിണ്ടാൻ പാടില്ല. എന്ന് ഇറാനിൽ മിണ്ടിയാൽ പിടിച്ച് വെടിവെച്ചു കൊല്ലും എന്ന് പറഞ്ഞാൽ അത്യന്തം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഇറാനോടാണ് ഇപ്പോ പ്രേമം. കാരണം 2 മാസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണെന്നേ.
എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറാന്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക വിഭാഗക്കാർ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാർ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരു എന്തോ ഒരു എന്താ പറയാ അങ്ങനെ ഒരു വിശ്വാസം, അതിന്റെ പേരിലാണ് ഇമാതിരി കോപ്പിരാട്ടികൾ. യുദ്ധം നമുക്ക് അതിനെതിരെ നമുക്ക് വാർത്തകൾ കൊടുക്കണം, യുദ്ധം പാടില്ല, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു വിഭാഗത്തിന്റെ കൂടെ മാത്രം ചേർന്നിട്ട് അമേരിക്ക ചെയ്താൽ എല്ലാം പ്രശ്നം. അമേരിക്കയും ഇസ്രായേലും അവരാണ് എല്ലാറ്റിന്റെയും കാരണം. ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിജാബ് മാറിയാൽ നമുക്ക് വെടിവെച്ചു കൊല്ലാം, അല്ലെങ്കിൽ തലക്കടിച്ചു കൊല്ലാം. പ്രക്ഷോഭം നടത്തിയ 4000-ഓളം സ്ത്രീകളെ തലയുറത്തു കൊല്ലാം. അതുകൂടാതെ 40,000-ഓളം തെരുവുകളിൽ പ്രക്ഷോഭം നടത്തിയ യുവാക്കളെയും യുവതികളെയും തടങ്കൽ പാളയത്തിൽ അതിമൃഗീയമായി കൊല്ലാം. അതൊക്കെ ചെയ്യാം, അതൊക്കെ നല്ലതാണ്. കമ്മ്യൂണിസ്റ്റുകാരെയും കൊല്ലാം, നല്ലതാണ്. പക്ഷേ അമേരിക്ക ഇസ്രായേൽ വരെ തൊടാൻ പാടില്ല. ഇതാണ് ഇരട്ട നീതി അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ ദേശാഭിമാനി അങ്ങനെയൊക്കെയാണ് വാർത്ത കൊടുത്തത്. അപ്പൊ ലെബനിലെ 52 മരണം, ഹിസ്ബുല്ല ഭീകരരുടെ മരണത്തിൽ അവര് ഭയങ്കരമായിട്ട് കരയുന്നു. ആ വാർത്ത, ലെബനിലെ വാർത്ത കേരള കൗമുദിയിൽ ഇങ്ങനെയാണ് കേട്ടോ. ലെബനനിൽ ഉഗ്രസ്ഫോടനം, പാർലമെന്ററി മേധാവി കൊല്ലപ്പെട്ടു. ഇറാന് ഐക്യദാർഢ്യവുമായി ഹിസ്ബുല്ല ഗ്രൂപ്പ് ആക്രമണം തുടങ്ങിയതോടെ യുദ്ധം ലെബനിലേക്കും വ്യാപിച്ചു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ല മിസൈൽ ആക്രമണം നടത്തി. ആളപായമില്ല. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലും തെക്കൻ നഗരങ്ങളിലും ഇസ്രായേലും ബോംബിട്ടു. അപ്പോൾ കേരള കൗമുദി വളരെ കൃത്യമായി പറയുന്നു എന്തുകൊണ്ട് ലെബനനിൽ ഇസ്രായേൽ ആക്രമിച്ചു. കാരണം ഇറാൻ ആക്രമിച്ചപ്പോൾ ലെബനനിലെ ഹിസ്ബുല്ലക്കാർ പോയിങ്ങാണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. അപ്പൊ ഇസ്രായേൽ തിരിച്ചടിച്ചു, സ്വാഭാവികം. പക്ഷേ ദേശാഭിമാനിക്കാൻ മിണ്ടില്ല. കാരണം എല്ലാം ഇവർ അന്താരാഷ്ട്ര ഭീകരരുടെ പക്ഷത്തുണ്ട്. ഹമാസിന്റെ കൂടെ, ഹിസ്ബുല്ലയുടെ കൂടെ, ഐസിസിന്റെ കൂടെ. ഇപ്പറഞ്ഞ ഈ ഭീകരരാണെങ്കിൽ ആദ്യം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. കൊന്നോട്ടെ, കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നോട്ടെ, അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലേ, കൊന്നോട്ടെ. നമുക്ക് ഇവിടുത്തെ വോട്ട് മതി അല്ലേ, എന്താല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ദേശാഭിമാനിയുടെ കഥത്തെ. മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി, എല്ലാ പത്രങ്ങളുടെയും മെയിൻ സ്റ്റോറി യുദ്ധ വാർത്തകൾ തന്നെയാണ്. യുദ്ധം പടരുന്നു, ലെബനനിൽ 31 മരണം, പുകഞ്ഞ് പശ്ചിമേഷ്യ, ഇറാനിൽ മരണം 585. ആ വാർത്ത എനിക്ക് തോന്നുന്നു മാതൃഭൂമി വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചത് മാതൃഭൂമിയാണ്. അത് ഇങ്ങനെയാണ്: ഇറാനെതിരെ ഇസ്രയേലും US തുടങ്ങിവെച്ച യുദ്ധം അയൽരാജ്യമായ ലെബനനിലേക്കും വ്യാപിച്ചതോടെ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമായി. ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ വടക്കുഭാഗത്ത് ആക്രമണം തുടങ്ങി. മറുപടിയായി ലെബനനിൽ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഖമേനി വധത്തിന് മറുപടിയായി ഇസ്രായേലിലേക്കും US സേനാതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം കടുപ്പിച്ചു. അങ്ങനെ ഈ വാർത്ത വരികയാണ്. അതിന്റെ ഒരു ബോക്സ് സ്റ്റോറിയാണ്: ഇറാൻ വഞ്ചിക്കുന്നു, GCC പറയുകയാണ്. അതായത് ഇറാന്റേത് വഞ്ചനാപരമായ ആക്രമണമാണ് എന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിച്ചു. സാധാരണക്കാരെയും ജനവാസ മേഖലയെയും ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ ആക്രമണത്തെ അപലപിക്കുന്നു. കൃത്യമായ മറുപടി നൽകണമെന്ന് GCC കൗൺസിൽ യോഗം നിർദ്ദേശിച്ചു. UAE നിന്ന് വിമാന സർവീസ് പുനരാരംഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാർത്ത ഇങ്ങനെ പോവുകയാണ്.